ഹലോ ഗൈസ്, ഗുഡ് മോർണിംഗ് അല്ല ഗുഡ് ആഫ്റ്റർനൂൺ. സമയം ഏകദേശം 1 മണിയായിട്ടുണ്ട് ഗൈസ്. ഞാൻ ഇന്ന് എണീറ്റപ്പോൾ നല്ല ലേറ്റായി. സൺഡേ ആയിരുന്നു. അപ്പം ഞാൻ പയ്യെ അടുക്കളയിലോട്ട് ചെല്ലാണ് കേട്ടോ. പണിയെടുക്കണമല്ലോ എന്ന് ആലോചിച്ചിട്ടാണ് അടുക്കളയ്ക്ക് കയറി ചെന്ന് തന്നെ. അപ്പോഴുണ്ടടാ എൻ്റെ കെട്ടിയോ എന്നെ സർപ്രൈസ് ആക്കാൻ വേണ്ടി ചായയും ചായക്കടിയും എല്ലാം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പം അതിനേക്കാളും വിപരീതമായിട്ട് 2 ചായക്കടിയൊക്കെ ഞാൻ ഭയങ്കര ഹാപ്പിയായേ. അങ്ങനെ ആ ഹാപ്പിനെസ്സിൽ ഞാൻ പതിവ് പോലെ തന്നെ എൻ്റെ പണികളിലേക്ക് കടന്നു. എന്തായാലും ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞപ്പോൾ ഒരു 2:30 ആയിട്ടുണ്ടായിരുന്നു. ഞാൻ എടുക്കാൻ മറന്നു പോയിട്ട് ആ വീഡിയോ. ആ ഫുഡ് ഉണ്ടാക്കുന്ന സന്തോഷത്തിൽ ഞാൻ അങ്ങനെ ഇരുന്ന് പോയി. ഞാനിപ്പോൾ എന്തായാലും ചോറ് വയ്ക്കാനുള്ള സെറ്റപ്പ് നോക്കിക്കൊണ്ടിരിക്കുക. ഇനിയിപ്പോൾ എന്തായാലും രാത്രിക്കലേക്ക് മതി ചോറ്. നമ്മൾ 2 പേരുള്ളത് കൊണ്ട് ഒരൊറ്റ ഗ്ലാസ് അരി ഇട്ടിട്ട് കുക്കറിൽ അടിക്കുക ചെയ്യുക. ഈ അരിക്കാകെ 2 വിസിൽ മതിയേ. നമ്മൾ ഇൻഡക്ഷൻ കുക്കറിലാണ് ഇപ്പോൾ ഫുഡ് വയ്ക്കുന്നത്. ഗ്യാസ് ഇല്ലാത്തതുകൊണ്ട് ഇൻഡക്ഷൻ കുക്കറിലാണ് വയ്ക്കുന്നത്. അപ്പോൾ ആകെ 2 ഗ്ലാസ് എന്ന് 1 ഗ്ലാസ് അരി ഉണ്ടെങ്കിൽ നമ്മൾ 2 പേരുടെയും ഫുഡ് നമ്മൾ ഉണ്ടാക്കും. ശരിക്കും 1 ഗ്ലാസ് അരി ഇട്ട് വെച്ച് കഴിഞ്ഞാൽ ഉച്ചക്കലത്തേക്കും രാത്രിക്കലേക്കുള്ള ചോറായിട്ടോ. ഇതിപ്പോൾ ഞാൻ ഇത്തിരി കൂടുതൽ ഇട്ടതാണ്, കാരണം ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാത്തതുകൊണ്ട് ആളെന്തായാലും ഒരു 5:30-6 മണിയാകുമ്പോൾ ഫുഡ് കഴിക്കുന്നത് തോന്നുന്നു. അതുകൊണ്ട് ഇട്ടതാണേ. അങ്ങനെ അരിയൊക്കെ നല്ലപോലെ കഴുകി വാഷ് ചെയ്തിട്ട് ചോറുണ്ടാക്കാൻ വേണ്ടിയിട്ട് പോവുക. പക്ഷെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇപ്പോൾ എന്താ നോക്കണത് അറിയുമോ, എന്തോ ഒച്ച കേട്ടുകൊണ്ടിരിക്കുക ഹോളിൽ നിന്ന്. അത് ഞാൻ നോക്കിക്കൊണ്ടിരിക്കുന്നത് എന്താ ശബ്ദം എന്ന്. പിന്നെ ഇടയ്ക്ക് ഫോണിലോട്ട് നോക്കുന്നുണ്ട്. അത് ഫോൺ സ്റ്റോറേജ് ഫുള്ളായോ നോക്കിക്കൊണ്ടിരിക്കുക. 2 വട്ടം വീഡിയോ എടുത്തപ്പോഴും ഫോൺ സ്റ്റോറേജ് ഫുള്ളായി, വീഡിയോ എടുത്തത് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അത് ഇടയ്ക്കിടയ്ക്ക് നോക്കിക്കൊണ്ടിരിക്കണേ. അപ്പോൾ ഇനിയിപ്പോൾ എന്തായാലും അരി നമ്മൾ അടുപ്പത്തോട്ട് വെക്കട്ടെ. എൻ്റെ വീട് തൃശ്ശൂരാണ്, കൊടുങ്ങല്ലൂർ. ഇനി കൊടുങ്ങല്ലൂർ മാത്രമുള്ളതാണോന്ന് എനിക്കറിയില്ല. നമ്മൾ അരി വേവിക്കാൻ വെക്കുമ്പോൾ ഉപ്പിട്ടിട്ടാണ് വേവിക്കുക. എനിക്കങ്ങനെ കഴിച്ചാട്ടാ ശീലം. പക്ഷെ ഞാൻ കെട്ടി പോകുന്നത് കണ്ണൂർക്കാണ്. അവിടെ ആണെങ്കിൽ ആരും ചോറിൽ, അതായത് അരി വേവിക്കുമ്പോൾ ഉപ്പിടത്തില്ലെന്നേ. എനിക്ക് ആദ്യമൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നേ. പിന്നെ വട്ടയെ വെച്ച് അങ്ങോട്ട് തിന്നു. ഇപ്പോൾ ഞാനല്ലേ കുക്ക് ചെയ്യുന്നത്. അപ്പം അന്നേരം ഞാൻ എന്താ പറയുക, അരിയിൽ ഉപ്പിട്ടിട്ടാണ് വേവിക്കാൻ വെക്കുക. എൻ്റെ പൊന്നെ, ഈ കുക്കർ അടയ്ക്കാൻ എനിക്ക് ഭയങ്കര ടഫാണ്. എപ്പോഴും ചുമ്മാ ഒരു മൽപ്പിടുത്തം കഴിഞ്ഞിട്ട് വേണം കുക്കർ അടയ്ക്കണം എന്നുണ്ടെങ്കിൽ അതെന്താണെന്ന് എനിക്കറിയില്ലേ. പിന്നെ അതിന് ശേഷം നമ്മൾ അരിയെല്ലാം അടുപ്പത്ത് വെക്കാണ്. ഇൻഡക്ഷൻ കുക്കറിലായതുകൊണ്ട് വേഗം ആവും. ഒരു 2 വിസിലുണ്ടെങ്കിൽ ഈ അരി സെറ്റാവും. അതുകൊണ്ട് അതുമ്പോൾ വലിയ പണിയെടുക്കേണ്ട കാര്യമില്ല. അത് ഓക്കെ ആയിട്ട് അവിടെ വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അത് 2 വിസിൽ വരുന്ന വരെ നമുക്ക് നോക്കാം. അതിനിടയ്ക്ക് എനിക്ക് കുറച്ച് പാത്രങ്ങൾ ഉണ്ടായിരുന്നു. നേരത്തെ ചായ കുടിച്ച കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകി വെക്കാനുണ്ടായിരുന്നു. ഞാൻ അതൊക്കെ കഴുകിക്കൊണ്ടിരിക്കുകയാണേ. ഇനിയിപ്പോൾ അത് അവിടെ തന്നെ ഇട്ടാണ്ടല്ലോ എനിക്ക് എന്തായാലും മടിയാവും. എനിക്ക് നമ്മുടെ പാത്രം കഴുകാൻ ഒട്ടും ഇഷ്ടമല്ല. എന്താണെന്ന് എനിക്കറിയില്ല, എനിക്ക് പാത്രം കഴുകാൻ ഇഷ്ടമല്ലെന്നേ. അപ്പോൾ ഇനിയിപ്പോൾ മടി പിടിച്ചത് അവിടെ തന്നെ ഇട്ട് കഴിഞ്ഞാൽ ഇപ്പോൾ കുക്ക് ചെയ്യണതും നേരത്തെ ഉണ്ടായിരുന്നതൊക്കെ കൂടി ഞാൻ തന്നെ കഴുകണം. എനിക്കൊന്നും വയ്യ. അതുകൊണ്ട് ഞാൻ പാത്രം വേഗം കഴുകി വയ്ക്കാണ്. ഏട്ടനിടയ്ക്ക് പാത്രം കഴുകി തരും കേട്ടോ. ഇപ്പോൾ ആൾക്ക് ഉറക്കം വരുന്ന് ഉറങ്ങട്ടെ എന്ന് പറഞ്ഞ് പോയി കിടക്കുന്നത് കൊണ്ട് ഞാൻ ശല്യം ചെയ്യുന്നില്ല. അതുകൊണ്ട് ആൾ രക്ഷപ്പെട്ടു. അപ്പോൾ പാത്രമൊക്കെ കഴുകി വെച്ച് കഴിഞ്ഞു. ഒരു പാത്രം വയ്ക്കുന്ന സ്റ്റാൻഡ് ഫ്ലിപ്കാർട്ടിൽ ഓർഡർ ചെയ്തിട്ട് കുറേ ആയി, ഇതുവരെ അത് കിട്ടിയിട്ടില്ല. എന്താ ചെയ്യാനാണ് നോക്കണേ. ഇപ്പോൾ നമ്മളിവിടെ താമസമായിട്ട് ഒരു മാസം കഴിഞ്ഞ് 2ാമത്തെ മാസം ആയിക്കൊണ്ടിരിക്കുക. അപ്പോൾ അത്രയേ ആയിട്ടുള്ളൂ. അപ്പോൾ സാധനങ്ങളൊക്കെ പയ്യെ മേടിച്ച് വരുന്നേ ഉള്ളൂ. കണ്ണൂരിൽ നിന്ന് എറണാകുളത്തോട്ട് ഷിഫ്റ്റായിട്ട്, കാരണം ഏട്ടൻ്റെ കൂടെയാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇപ്പോൾ ഞാൻ തൽക്കാലത്തിന് സ്ലാബുമ്മലാണ് പാത്രങ്ങളൊക്കെ അടക്കി വയ്ക്കുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ സ്റ്റാൻഡ് വരുമ്പോൾ അതെല്ലാം സെറ്റാക്കാം. പിന്നെ ഇപ്പോൾ ഞാൻ ചെയ്യുന്നത് ഉഴുന്നും പച്ചരിയും കൂടെ വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു. അത് സാധാരണ ഞാൻ രാവിലെ വെള്ളത്തിലിട്ടിട്ട് രാത്രി ആകുമ്പോഴത്തേക്കും അരച്ച് വയ്ക്കാറാണ് പതിവ്. അത് ഞാൻ ഇന്നലെ, അതായത് ഇന്നത്തെ ഈ വ്ളോഗ് വരുന്നത് സൺഡേ ആണ്. അതായത് സാറ്റർഡേ ഞാൻ രാത്രിയാണ് ഇത് വെള്ളത്തിലിട്ട് വെച്ചത്. മറന്നുപോയി ഗൈസ്. അപ്പോൾ അപ്പോഴാണ് വെള്ളത്തിലിട്ട് വെച്ചത്. അതുകൊണ്ടാണ് ഇപ്പോൾ സൺഡേ ഞാൻ ഈ സമയത്ത്, ഇപ്പോൾ ഞാനത് അരയ്ക്കുമ്പോൾ എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു 4 മണി 4:30 ആയിട്ടുണ്ടാവും. ഇനിയിപ്പോൾ അത് അരച്ച് വെച്ച് കഴിഞ്ഞാൽ അതായത് പിറ്റത്തെ ദിവസത്തേക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ തന്നെ ആ കയ്യപ്പാടെ അവിടെ ഉണ്ടായിരുന്ന കുറച്ച് പാത്രങ്ങൾ കൂടെ തേച്ച് കഴുകി വയ്ക്കുകയാണ്. അപ്പോൾ എനിക്കൊരു സമാധാനം, കിച്ചൺ നീറ്റായിട്ട് കിടക്കും.
വെറുതെ ഇരട്ടിപ്പണി എടുക്കേണ്ട കാര്യമില്ലല്ലോ. അങ്ങനെ അതൊക്കെ വെച്ചു. അപ്പം അതിനിടയ്ക്ക് ഏട്ടൻ രാവിലെ പയർ കറി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതിപ്പോൾ ഇടയ്ക്കൊന്ന് ചൂടാക്കണം. കാരണം ഇനിയിപ്പോൾ രാത്രി ആകുമ്പോഴേക്കും മോശമായിട്ട് പോയാലോ എന്ന് വിചാരിച്ചിട്ട് അതൊക്കെ നോക്കിക്കൊണ്ടിരിക്കുക. പിന്നെ നമ്മൾ ഗ്രോസറി ഷോപ്പിങ്ങിന് പോകുന്നുണ്ടായിരുന്നു. സാറ്റർഡേ തോന്നുന്നു. അന്നേരം സബോള വാങ്ങിയിട്ടുണ്ടായിരുന്നു. നമ്മളിവിടെ സബോളയ്ക്ക് ഭയങ്കര ചിലവാണ്. അപ്പോൾ സബോള വാങ്ങിച്ചിട്ട് അതൊന്നും അടക്കി വെച്ചിട്ടുണ്ടായിരുന്നില്ലേ. അയ്യോ, ഇപ്പോൾ വാങ്ങിക്കുന്ന സബോളയില്ലേ ഭയങ്കര മോശമാണ്. ഒരുമാതിരി കേടായിട്ടുള്ള സബോളയൊക്കെ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഞാനപ്പോൾ അതൊക്കെയാണ് നോക്കി മാറ്റി വയ്ക്കുന്നത്. ഇനിയിപ്പോൾ എന്തായാലും അതൊക്കെ ഒന്ന് അടക്കി പറക്കി വെക്കട്ടെ. ഇവിടെയാണെങ്കിലോ സബോളയ്ക്ക് ഭയങ്കര ചിലവാണ്. എന്താണെന്നറിയില്ല, ഇവിടെ സബോളയ്ക്ക് ഭയങ്കര ചിലവാണ്. എന്നാലോ കൊച്ചുള്ളി ചെറിയ ഉള്ളി വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്, അത് ഉപയോഗിക്കത്തില്ലേ. സബോള എന്താ ചെയ്യുക. ഇപ്പം എന്തായാലും അതൊക്കെ ഞാൻ നേരം പോലെ അടക്കി ഒതുക്കി വെക്കട്ടെ. ഈ സബോളയും ഉണ്ടാവണ ചെറിയ ഇങ്ങനെ വിട്ട് നിൽക്കുന്ന തൊലികളുണ്ടല്ലോ, അതൊക്കെ കളഞ്ഞിട്ടാട്ടാ ഞാൻ വെക്കുന്നത്. ഇനിയിപ്പോൾ കേടായി പോകണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ആ ഒരു പരിപാടി ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പുറത്തുള്ള മേശ ഒന്ന് ക്ലീൻ ചെയ്യണം. അതൊന്ന് ക്ലീൻ ചെയ്തിട്ട് ഇതൊക്കെ ഒന്ന് അടക്കി പറക്കി വെക്കണം. അത്ര തന്നെ. അപ്പോൾ ആ പണിയാണ് ഇനിയിപ്പോൾ അടുത്തത്. വീണ്ടും ഞാൻ ഫോണിലോട്ട് നോക്കുന്നത് എന്താണെന്നറിയോ, ഫോൺ സ്റ്റോറേജ് ഫുള്ളായോ എന്നാണ് നോക്കിക്കൊണ്ടേ ഇരിക്കുന്നത്. കാരണം കട്ട് ചെയ്ത് വീഡിയോ എടുക്കുമ്പോൾ ഒരു കണ്ടിന്യൂറ്റി കിട്ടുന്നില്ല, അതാണ് പ്രശ്നം. ഞാനാണെങ്കിലോ ആദ്യമായിട്ടാണ് ഇത്ര വലിയ വ്ളോഗ് അപ്ലോഡ് ചെയ്യുന്നത്. എനിക്ക് നല്ല ടെൻഷൻ എൻ്റെ ഉള്ളിൽ. ഫസ്റ്റ് ടൈമല്ലേ ഞാനിങ്ങനെയൊക്കെ ചെയ്യുന്നത്. അതിൻ്റേതായിട്ടുള്ള കുറേ പോരായ്മകളൊക്കെ ഉണ്ടാവും. ഇപ്പോൾ വോയിസ് റെക്കോർഡ് കൊടുക്കുമ്പോഴായാലും അതിൻ്റേതായിട്ടുള്ള കുറേ പോരായ്മകളുണ്ടാവും. പ്ലീസ് എല്ലാവരും ഇഗ്നോർ ചെയ്യുക, ക്ഷമിക്കുക. വളർന്നു വരുന്നല്ലേ ഉള്ളൂ. ഇതെൻ്റെ ഒരു ഇഷ്ടം കൊണ്ട് ഞാൻ ചെയ്യുന്ന കേട്ടോ. എനിക്കിഷ്ടമാണ് വ്ളോഗിങ്ങൊക്കെ. എൻ്റെ ഒരു ഇഷ്ടം കൊണ്ട് ഞാൻ ചെയ്യുന്ന, എനിക്കൊരു സന്തോഷം കണ്ടെത്താൻ വേണ്ടി ഞാൻ ചെയ്യുന്ന കാര്യങ്ങളാണ്. ഇനിയിപ്പോൾ എന്തായാലും അവിടെയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിടാം. എന്തായാലും അവിടെ തുടച്ചില്ലേ, ഇനിയിപ്പോൾ ബാക്കിയുള്ളതും കൂടെ തുടച്ചിടാം. ഇപ്പം നേരത്തെ നമ്മൾ കഴുകി മാറ്റി വെച്ച ആ ഉഴുന്നും പച്ചരിയും ഒന്നും കൂടെ നേരത്തെ വൃത്തിക്ക് കഴുകാനുണ്ട്. കാരണം ഈ ഉഴുന്നിലും പച്ചരിയിലും മസ്റ്റ് ഭയങ്കര അഴുക്കായിരിക്കും. അങ്ങനെ അത് കഴുകി വരുമ്പോൾ കറുത്ത വെള്ളമായിരിക്കും. അതുകൊണ്ട് പച്ചരി നന്നായിട്ട് കഴുകണം എപ്പോഴും. അപ്പോൾ വീട്ടിലായിരിക്കുമ്പോൾ ഞാൻ പച്ചരിയും ഉഴുന്നും വെള്ളത്തിലിടുമ്പോൾ ഇത്തിരി ഉലുവയും കൂടി ഇട്ട് വെക്കും എപ്പോഴും. അത് കുറച്ചും കൂടെ സോഫ്റ്റ് കിട്ടും മാവിന്. ഇനിയിപ്പോൾ എന്തായാലും അതൊക്കെ കഴുകി കഴിഞ്ഞിട്ട് നമ്മൾ മാവ് അരയ്ക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. ഇതിപ്പോൾ ഉഴുന്നും പച്ചരി മാത്രമേ ഉള്ളൂ കേട്ടോ. എൻ്റെ കയ്യിൽ ഉലുവ ഉണ്ടായിരുന്നില്ല. അതുണ്ടെങ്കിൽ ഉലുവയും കൂടെയും തലേ ദിവസം വെള്ളത്തിലിട്ട് വെക്കുമ്പോൾ പിറ്റത്തെ ദിവസം ഇത് അരയ്ക്കുമ്പോൾ മാവിന് കുറച്ചും കൂടെ കുറച്ച് സോഫ്റ്റ്നെസ് കിട്ടും. ഇപ്പോഴും ഞാൻ നോക്കുന്നു എൻ്റെ ഫോൺ സ്റ്റോറേജ് ഫുള്ളായോ എന്ന്. എന്താ ചെയ്യുക. ഇനിയിപ്പോൾ എന്തായാലും നന്നായിട്ട് അതൊന്ന് അടിച്ചെടുക്കുക. തരി ഇല്ലാണ്ട് ഇങ്ങനെ അടിച്ചെടുക്കണം നന്നായിട്ട്. വെള്ളം വല്ലാണ്ട് കൂട്ടണ്ട, ഒരിത്തിരി വെള്ളം മാത്രം ഒഴിച്ചിട്ട് നന്നായിട്ട് ഇതാക്കുക. അപ്പോഴത്തേക്കും കുക്കറിൽ 2 വിസിലുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ അത് ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ടേ. ഇതിപ്പോൾ ഞാൻ എന്താ ആലോചിക്കണമെന്നറിയോ, നാളെ ദോശ ഉണ്ടാക്കുമ്പോൾ എന്താ കറി ഉണ്ടാക്കുക, ഇപ്പം അത് ആലോചിച്ചുകൊണ്ടിരുന്നത് ഞാൻ. ഇപ്പം എന്തായാലും അതൊക്കെ അരച്ചൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കത് മൂടി വെക്കാൻ പറ്റുന്ന ഒരു പാത്രത്തിലാക്കിയിട്ട് എടുത്ത് വെക്കണം. ഞാൻ എപ്പോഴും ഈ ഒരു കണ്ടെയ്നറിലാട്ടോ ആക്കി വെക്കാറ്. അപ്പോൾ എനിക്ക് മൂടി വെച്ചിട്ട് സേഫായിട്ട് എടുത്ത് വെക്കാൻ പറ്റും. പിറ്റത്തെ ദിവസം ആകുമ്പോഴേക്കും നന്നായിട്ട് പൊന്തി വരും മാവെല്ലാം. ഇപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ജാറ് ഒന്നും കൂടെ ഒന്ന് കഴുകി കലക്കിയിട്ട് അതിലേക്ക് ഇത്തിരി കൂട്ടി വയ്ക്കുക. പിന്നെ ഇപ്പം ചെയ്യാൻ പോകുന്ന പ്രോസസ്സ് ചില ആൾക്കാർക്ക് ഇഷ്ടപ്പെടും, ചിലർക്ക് ഇഷ്ടപ്പെടില്ല. ഇത് പക്ഷെ ഞാൻ എൻ്റെ അമ്മയൊക്കെ ചെയ്യാൻ കണ്ടിട്ടുള്ളതാണ്. അത് ഞാൻ ഫോളോ അപ്പ് ചെയ്ത് വരുന്നതേ ഉള്ളൂ കേട്ടോ. മാവ് അരച്ചതിന് ശേഷം കൈ കൊണ്ട് നന്നായിട്ട് മിക്സാക്കി വെക്കുക. മിക്സാക്കണേക്കാൾ മുന്നേ തന്നെ കൈ നല്ലപോലെ വാഷ് ചെയ്യണം. ഞാൻ വാഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. നന്നായിട്ട് കലക്കി മിക്സാക്കിയിട്ട് അടച്ച് വെക്കുക.
എൻ്റെ മാവ് നല്ല സൂപ്പറായിട്ട് പൊന്തി വരാറുണ്ട് കേട്ടോ. എനിക്കത് കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. ചരച്ച് വെച്ച മാവ് പൊന്തി വരുന്ന കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. ചിലർക്കൊക്കെ പറഞ്ഞിട്ടിട്ടുണ്ട് മാവ് പൊന്തുന്നില്ല അങ്ങനെ ഇങ്ങനെയൊക്കെ, പക്ഷെ എൻ്റെ മാവ് പൊന്തി വരാറുണ്ട്. എനിക്ക് ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ ഇനിയിപ്പോൾ എന്തായാലും ഞാനിനിയിപ്പോൾ അടച്ച് വെക്കട്ടെ. അടച്ചൊരു ഭാഗത്തേക്ക് വെച്ചാൽ നാളെ ആകുമ്പോഴേക്കും അത് പൊന്തി വരും. അപ്പോൾ നാളെ ബ്രേക്ക്ഫാസ്റ്റ് ദോശ. പിന്നെ അത് കഴിഞ്ഞ് ഇപ്പുറത്തോട്ട് വന്നപ്പോൾ കുറച്ച് തുണികളൊക്കെ മടക്കി വെക്കാനുണ്ടായിരുന്നു. ഞാൻ വിചാരിച്ചു ഇനിയിപ്പോൾ അത് ഒരിട്ടിട്ട് കാര്യമില്ലല്ലോ, ഇനിയിപ്പോൾ എന്തായാലും ഇത് മടക്കി വെക്കാമെന്ന് വിചാരിച്ചു. കുറച്ച് തുണികൾ മാത്രമേ ഉള്ളൂ കേട്ടോ. പിന്നെ ഇപ്പോൾ ഈ ഹാങ്ങർ ഉണ്ടല്ലോ, ഈ ഒരു സ്റ്റാൻഡ്, തുണി വെക്കുന്ന സ്റ്റാൻഡ്, അത് ഭയങ്കര നല്ലതാട്ടാ. ഈ ഹാങ്ങറുമ്പോൾ ഇങ്ങനെ തുണികൾ ഇങ്ങനെ കൊളത്തി കൊളത്തി ഇടുമ്പോൾ തുണികൾ ചുളിയത്തില്ല, പിന്നെ മടക്കി വെക്കണ ഒരു പാടും വരത്തില്ല. ഇതെനിക്ക് ഭയങ്കര യൂസ്ഫുള്ളായിട്ട് തോന്നിയൊരു കാര്യമാണ്. ഞാൻ അപ്പോൾ എന്തായാലും തുണികളൊക്കെ മടക്കി വെക്കട്ടെ. പിന്നെ അപ്പുറത്തെ തുണികളൊക്കെ ഇങ്ങനെ അലക്കി ഇട്ടിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 ദിവസം നല്ല മഴയായിരുന്നു, തുണികൾ ഉണക്കാൻ പറ്റിയിട്ടില്ല. അതാണ് തുണികൾ അവിടെ ഇട്ടിട്ടുള്ളത്. അപ്പോൾ അതെന്തായാലും കഴിഞ്ഞു. പിന്നെ ഇപ്പോൾ കിച്ചണിലോട്ട് പോകുന്ന എന്തോ ഒരു കാര്യം ഞാൻ അവിടെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്, അത് ഞാൻ ഓഫ് ചെയ്യാൻ മറന്നു. അതപ്പോൾ ഓടിപ്പോകണം അങ്ങോട്ട്. പിന്നെ ഓർമ്മ വന്നേ, അതായത് ഞാൻ 2 ദിവസം മുന്നേ കേബേജ് തോരൻ ഉണ്ടാക്കിയപ്പോൾ അരിഞ്ഞപ്പോൾ കുറച്ച് അധികമായിപ്പോയി. അപ്പം ഞാൻ എന്ത് ചെയ്തു, അത് ഉപ്പും മഞ്ഞൾപ്പൊടിയും പച്ചമുളകും അതുപോലെ തന്നെ സബോളൊക്കെ മിക്സാക്കിയിട്ട് അത് ഇത്തിരി മാറ്റി വെച്ചിട്ടുണ്ടായി ഫ്രിഡ്ജിൽ. അപ്പോൾ ഇനിയിപ്പോൾ അതെല്ലാം എടുത്ത് തോരൻ വയ്ക്കുക. അപ്പോൾ അതിനിടയ്ക്ക് അവിടെ ഈന്തപ്പഴം ഇരിക്കുന്നുണ്ടു, ആ ഈന്തപ്പഴവും എടുത്ത് കഴിച്ചു, ഇത്തിരി വെള്ളവും കുടിച്ചു. ഇനിയിപ്പോൾ നമുക്ക് പോയിട്ട് കേബേജ് തോരൻ വയ്ക്കാം. അതിനിടയ്ക്ക് തേരാപ്പാറ എന്താ പാഞ്ഞോടണമെന്ന് എനിക്കറിയാൻ പാടില്ല. പിന്നെ അതിനിടയ്ക്ക് അതവിടെ മാറ്റി വെച്ചിട്ട് ഞാൻ കിച്ചൺ അടിച്ചു വാരിയിട്ടുണ്ടായിരുന്നില്ല. ഞാൻ വിചാരിച്ചു കിച്ചൺ ഒന്ന് അടിച്ച് വാരിയേക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ കിച്ചൺ അടിച്ചു വാരാണ്. ഇത് നമ്മുടെ അടുക്കളേൻ്റെ ബാക്ക് സൈഡാണ്. അവിടെ അടിച്ചിട്ട് കുറച്ച് ദിവസമായി, കാരണം മഴയായ കാരണം അടിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഞാൻ വിചാരിച്ചു ഇനിയിപ്പോൾ എന്തായാലും അവിടെയും കൊണ്ടൊന്ന് അടിച്ച് വാരിയിട്ടിട്ട് വരാമെന്ന്. അപ്പം എന്തായാലും അതൊക്കെ അടിച്ച് വാരി കഴിഞ്ഞിട്ടുണ്ട്. ഞാനങ്ങനെ അടുക്കളേൻ്റെ ഡോറ് എപ്പോഴും ഓപ്പൺ ആക്കി ഇടാറില്ല കേട്ടോ. കാരണം ഏട്ടൻ എപ്പോഴും വർക്കിന് പോകുമ്പോൾ ഞാൻ ഒറ്റയ്ക്കില്ല, അപ്പോൾ എനിക്ക് പേടിയാണ്. അപ്പോൾ ഏട്ടനുള്ളപ്പോൾ മാത്രമേ ഞാനത് ഓപ്പൺ ആക്കി ഇടാറുള്ളൂ. പിന്നെ അതിന് ശേഷം വന്ന് പയറ് കറി ഒന്ന് ചൂടാക്കി, ഇനിയിപ്പോൾ കേടായി പോകണ്ടല്ലോ എന്ന് കരുതിയിട്ട് പയറ് കറി ഒന്ന് ചൂടാക്കി വെച്ചു. കേടായി പോയി കഴിഞ്ഞാൽ ഞാൻ എന്തായാലും വേറെ കുക്ക് ചെയ്യുന്നല്ലോ, മടിയുണ്ടല്ല, എന്തിനാ വെറുതെ ഫുഡ് വേസ്റ്റാക്കി കളയുന്നത്, അതുകൊണ്ടാണ്. പിന്നെ ആ പയറ് കറി മാറ്റി വെച്ചു. ആ പാത്രത്തിൽ തന്നെ കേബേജ് തോരൻ വയ്ക്കാമെന്ന് വിചാരിച്ചു. ഇപ്പോഴും ഞാൻ നിന്ന് എന്തൊക്കെയോ ആലോചിച്ച് കൂട്ടുന്നുണ്ട്. എന്താ ഞാൻ ആലോചിക്കണമെന്ന് എനിക്കൊരു പിടുത്തല്ലേ ഗൈസ്. ഒരു 5 മിനിറ്റ് കിട്ടിയാൽ അപ്പം ഞാൻ എന്തെങ്കിലും ആലോചിക്കും, എന്താ അറിയില്ല. ഇനിയിപ്പോൾ എന്തായാലും കേബേജ് തോരൻ ഉണ്ടാക്കുക, സാധാരണ പോലെ തന്നെ ഓയിൽ ഒഴിക്കുക, കടുക് പൊട്ടിക്കുക. കേബേജ് ഇപ്പോൾ മിക്സാക്കി വെച്ചിട്ടുണ്ട്, നേരത്തെ പറഞ്ഞ പോലെ മഞ്ഞൾപ്പൊടി, സബോള, ഉപ്പ്, പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചി. അപ്പം ഇനിയിപ്പോൾ എന്തായാലും അതിനിപ്പോൾ വഴറ്റിയിട്ട് നമുക്ക് എടുക്കാം. അപ്പം അതിൻ്റെ ഉള്ളിലേക്ക് തട്ടി വഴറ്റിയെടുക്കാം. ഇനി അത് അവിടെ കിടന്നൊന്നാവട്ടെ, ഒന്ന് മിക്സാക്കി കൊടുത്താൽ മതി. പിന്നെ അതിനിപ്പോൾ അവിടെ കിടന്നാവട്ടെ. അപ്പോൾ കേബേജ് തോരൻ ഏകദേശം ഒന്നായി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഉപ്പൊക്കെ നേരത്തെ നോക്കിയിട്ടുണ്ടായിരുന്നിട്ടാ, പക്ഷേ വീഡിയോയിൽ കിട്ടിയില്ല തോന്നുന്നു. അപ്പോൾ ഉപ്പൊക്കെ ഉണ്ടായിരുന്നു. ഇതിപ്പോൾ നല്ല പോലെ അവിടെ കിടന്നാവട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ കേബേജ് തോരൻ സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് ചായ പരിപാടിയിലോട്ട് കിടക്കാം. ഇതുണ്ടല്ലോ, ഈ ഒരു സംഭവം ഉണ്ടല്ലോ, അതൊരു സ്നാക്ക് ഐറ്റമാണ്. ഇത് ഞാൻ ഫസ്റ്റ് ടൈം കാണുന്നത് എപ്പോഴാണെന്നറിയോ, അതായത് ട്വിൻ സ്റ്റാർസ് പറഞ്ഞിട്ടൊരു യൂട്യൂബ് ചാനലുണ്ട്, എല്ലാവരും കണ്ടിട്ടുണ്ടാവും. അതിൽ അഞ്ചു ചേച്ചി ഞാനിത് മേക്ക് ചെയ്യണ കണ്ടിട്ടുണ്ട്, മേടിച്ചിട്ട്. അപ്പോൾ ഇതിനെപ്പറ്റി നല്ല റിവ്യൂ ആയിട്ട് പറഞ്ഞിട്ടുള്ള. അതിനേക്കാൾ കൂടുതൽ എനിക്കിതിൻ്റെ ഒരു ക്യൂട്ട്നെസ് അല്ലേ ഇത് കാണാൻ, നല്ല രസമല്ലേ കാണാൻ. അപ്പം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ട്. അപ്പം ഞാനും ഇതുപോലെ തന്നെ സൂപ്പർ മാർക്കറ്റിൽ പോയപ്പോൾ ഇത് കണ്ടപ്പോൾ വാങ്ങിച്ചേ. പക്ഷെ ഇത് അത്ര ഹെൽത്തി ഒന്നും അല്ല കേട്ടോ. ഓരോ ടൈം നമുക്ക് കഴിക്കാൻ നന്നായിട്ട് എണ്ണ കുടിക്കും, അതാണ് ഇതിൻ്റെ പ്രശ്നം. ഇത് ഫ്രോസണായിട്ട് കിട്ടുന്നതാ, നൈസായിട്ട് നമ്മളൊന്ന് എണ്ണയിലിട്ട് പൊരിച്ചാൽ മാത്രം മതി. ഭയങ്കരമായിട്ട് എണ്ണ കുടിക്കണ്ട, എപ്പോഴൊന്നും കഴിക്കാൻ പറ്റില്ല, ഒരു രസത്തിന് വേണമെങ്കിൽ കഴിക്കാം.
പിന്നെ ചായ ഇപ്പം ഞാൻ എനിക്ക് വേണ്ടി മാത്രമുള്ളത് വെക്കുന്നുള്ളൂ. ചായ അല്ല, കാപ്പി. കാരണം ഏട്ടൻ്റെ ഇപ്പോൾ ചോറുണ്ണാൻ പോകാമെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഞാനിപ്പോൾ എന്തായാലും എനിക്ക് മാത്രമായിട്ടുള്ള കാപ്പി ഉണ്ടാക്കാൻ പോവാം. അത് കണ്ടോ, നല്ല രസമില്ലേ, സ്മൈലി പൊട്ടാറ്റോ, നല്ല രസമുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഇപ്പോൾ കാപ്പി ഉണ്ടാക്കാം. എനിക്ക് കാപ്പി നല്ല മധുരത്തിലും കടുപ്പത്തിലും വേണം. കാപ്പി ആയാലും ചായ ആയാലും അങ്ങനെ തന്നെ വേണേ. പിന്നെ ഈ ഒരു കാപ്പിപ്പൊടി, അയ്യോ ഇതിൻ്റെ കാപ്പി കുടിക്കാൻ എന്ത് രസമാണ് അറിയോ. അതായത് പാൽ കാപ്പി ആണെങ്കിലും കട്ടൻ കാപ്പി ആണെങ്കിലും ഭയങ്കര രസമാണേ. ഇപ്പം എന്തായാലും ഏട്ടനുള്ള മുട്ടയും കൂടെ പൊരിച്ച് കൊടുക്കാം. പാവം ചോറുണ്ണാനല്ലേ. എന്നാലും ഇപ്പം മുട്ട പൊരിക്കുക. ആളെന്നെ എല്ലാം സെറ്റാക്കി തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. സബോളയും പച്ചമുളകൊക്കെ അരിഞ്ഞിട്ട് മുട്ട എല്ലാം സെറ്റാക്കി തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ എന്തായാലും മുട്ട ആയിട്ടുണ്ട്. ഞാൻ എന്തായാലും അത് മറച്ചിടാറില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ മുട്ട മറിച്ചിട്ട് എപ്പോഴും പൊട്ടിപ്പോവും. അപ്പം ഞാൻ മറിച്ചിടാറില്ല. ഇനിയിപ്പോൾ എന്തായാലും ഉണ്ടാക്കിയല്ലേ, നമുക്കിനിപ്പോൾ ചായ കുടിക്കാം. കുറച്ച് ടൊമാറ്റോ സോസും കൂടെ എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്തായാലും നമുക്ക് ചായയും കൂടെ കുടിക്കാം. ഞാൻ ചായ കുടിക്കുന്ന നേരം കൊണ്ട് ഏട്ടനെ അവിടെ ഇരുന്നിട്ട് ചോറ് കഴിക്കുന്നുണ്ട്. ഞാനൊരു സീരീസ് കണ്ടുകൊണ്ടിരിക്കുക കേട്ടോ, മഞ്ജുഷ മാർട്ടിൻ്റെ ഹെയർ എക്സ്റ്റൻഷൻ. ഞാനൊരു ഭയങ്കര അഡിക്റ്റ് ആയിട്ടുണ്ട്. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ് ഫ്രഷ് ആയതിനു ശേഷം നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയേ. അയ്യോ ഒന്ന് നടക്കാൻ വേണ്ടി ഇറങ്ങിയതാ. അപ്പോൾ ഉണ്ടടാ ഒടുക്കത്തെ മഴ. പറഞ്ഞാൽ ഒടുക്കത്തെ മഴ. പിന്നെ കുറച്ച് ചാറ്റൽ മഴയായിരുന്നേ. നമ്മളെവിടെയുള്ള മറൈൻ ഡ്രൈവ് എന്തിനാ വന്നേ? നമ്മൾ ചുമ്മാ വീട്ടിലൊന്ന് ബോറടിച്ച് അന്നേരം ഒരു വാക്കിങ്ങിന് വരാമെന്ന് വിചാരിച്ച്. വാക്കിങ്ങിന് വന്നപ്പോഴോ മഴ. ചെറിയ ചാറ്റിൽ മഴയൊക്കെ ഉണ്ട് കേട്ടോ, പക്ഷെ നല്ല രസമുണ്ട് ഇല്ലേട്ടാ. ഭയങ്കര രസാ, നല്ല മഴയത്ത് ഇനിയോട് കേറിക്കാൻ പോലും സ്ഥലം. അപ്പോൾ അങ്ങനെ നമ്മുടെ ഇന്നത്തെ ഒരു സൺഡേ നല്ല അടിപൊളിയായിട്ട് പോയി. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ.